പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള അനേകം കുഞ്ഞുങ്ങൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. നമ്മളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു കൃപ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ കർത്താവ് അയക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ ശക്തി ഓരോ കുഞ്ഞുങ്ങളുടെ മേലും വെളിപ്പെടുവാൻ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ലൂക്കയുടെ സുവിശേഷം 18-ാം അധ്യായം 16-ാം തിരുവചനം എങ്ങനെ പറയുകയാണ്? കുഞ്ഞുങ്ങൾ എൻ്റെ അടുത്ത് വരട്ടെ, അവരെ തടയരുത്. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമുക്ക് ഓർക്കാം. ലോകം മുഴുവനിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടപ്പോൾ തന്നെ അബോർഷൻ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, ഒരുപാട് രോഗത്താൽ ഉദരത്തിൽ കിടക്കുന്ന അനേകം കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളിലൂടെ അനേകം വേദനകൾ, പ്രത്യേകിച്ച് അവരുടെ മദ്യപാനം മൂലം, ദുശീലം മൂലം വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ, അനാഥാലയങ്ങളിലും തെരുവുകളിലും അലയുന്ന അനേകം കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, അനേകം കുഞ്ഞുങ്ങൾ ഈ സമയം വെന്റിലേറ്ററിലും ഐസിയുലും മരണത്തെ മുന്നിൽ കണ്ടു കഴിയുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അനേകം കുഞ്ഞുങ്ങൾ പലവിധ അശുദ്ധിയിലും ബന്ധനത്തിലും കഴിയുന്നു. ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ട് അതിൻ്റെ മടുപ്പും നിരാശയും ദുഃഖമുള്ള കുഞ്ഞുങ്ങൾ. പ്രിയപ്പെട്ടവരെ, അനേകം കുഞ്ഞുങ്ങൾ നടക്കാൻ സാധിക്കാത്ത അനേകം കുഞ്ഞുങ്ങളുണ്ട്. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഡബിൾ സിൻഡ്രോമുള്ള കുഞ്ഞുങ്ങൾ, ഹൈപ്പറുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെ അനേകം കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ പല ഇടങ്ങളിലുണ്ട്. ആ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള അനേകം വേദനിക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ നമുക്ക് ഓർക്കാം. പല വിധത്തിലും വേദനിക്കുന്നവർ ഓർക്കാം. പ്രത്യേകിച്ച് പരീക്ഷിക്കുന്ന ഒരുങ്ങുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. പഠിക്കാൻ സാധിക്കുന്നില്ല, പഠിക്കുമ്പോൾ പലവിധ രോഗത്താൽ വേദനിക്കുന്നവർ, പഠിക്കുന്നതെല്ലാം മറന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, പലവിധ തെറ്റായ സ്നേഹബന്ധത്തിൽപ്പെട്ട് അതിൻ്റെ ഓർമ്മകളുമായി വേദനിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും നമുക്കിപ്പോൾ ഓർക്കാം. അതുപോലെ തന്നെ പലവിധ വേദനകളാലും രോഗത്താലും അസ്വസ്ഥപ്പെട്ട് കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്, ഒറ്റപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. ഒരു നിമിഷം നമ്മൾ അറിയുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളുയർത്തി നമ്മളെയും നമ്മൾ കണ്ടുപൊട്ടിയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും യേശുവിൻ്റെ കൈകളിലേക്ക് നമുക്ക് കൊടുക്കാം. അവിടുത്തെ അത്ഭുതകരമായ ഒരു ശക്തി ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ഇന്ന് ഇപ്പോൾ വെളിപ്പെടുവാൻ ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം നിങ്ങളിപ്പോൾ ഓർക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള ഏതൊക്കെ പ്രതിസന്ധിയുണ്ടോ ആ മേഖലയിലെല്ലാം കർത്താവിൻ്റെ അത്ഭുത കരം വെളിപ്പെടുവാൻ രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അത്ഭുത കരം ഓരോ കുഞ്ഞുങ്ങളുടെ മേലും, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേലും, ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങളുടെ മേലും, പ്രതിസന്ധികളുടെയും മരണത്തെ മുന്നിൽ കാണുന്ന കുഞ്ഞുങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുവാൻ ആഗ്രഹിച്ച് യേശുവിനെ വിളിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധ രക്തം കുഞ്ഞുങ്ങളുടെ മേൽ ഒഴുകട്ടെ. യേശുവിന്റെ കരുണ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ ഒഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. അവിടുത്തെ കരുണയുടെ കരം കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ആരാധന, 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 ഇപ്പോൾ രോഗങ്ങളുടെ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ അശുദ്ധികൾ വിട്ടുപോകട്ടെ. പഠിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളോട് സകല അത്ഭുത നാമത്തിൽ ശക്തി ഇപ്പോൾ വ്യക്തമായി ആരാധന, 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 കർത്താവേ പരിശുദ്ധനായ മിശിഹായേ
തിരുച്ചോരയാലേ പൂർണ്ണമായി കഴുകേണമേ. നമുക്ക് കണ്ണുകൾ അടച്ച് ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നീ ചിന്തിയ തിരുച്ചോരയാലേ പൂർണ്ണമായി കഴുകേണമേ. നാഥാ നീ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ കൈകളൊന്ന് തുറന്നു പിടിക്കാം. ആ കുഞ്ഞുങ്ങളെയും ആ കുഞ്ഞുങ്ങളായിരിക്കുന്ന എല്ലാ മേഖലയിലും കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ വെളിപ്പെടുവാൻ പ്രത്യേകിച്ച് നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ ഒഴുകപ്പെടുവാൻ, ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലും ഇപ്പോൾ വേദനിക്കുന്ന കുഞ്ഞു ഹൃദയങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തവും അവിടുത്തെ കരുണയും ഒഴുകപ്പെടുവാൻ നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ലോകം മുഴുവനിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായ കുഞ്ഞുങ്ങളിലേക്ക് യേശുവേ അവിടുന്ന് കടന്നു ചെല്ലണമേ. ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളെയും യേശുവേ അവിടുന്ന് ഏറ്റെടുക്കണമേ. യേശുവേ ഈ നിമിഷം വേദനയിലും ദുഃഖത്താലും നിരാശയാലും കഴിയുന്ന ഓരോ കുഞ്ഞുങ്ങളെയും യേശുവേ അവിടുത്തെ കാൽവരിയിൽ നിന്നൊഴുകുന്ന പരിശുദ്ധ രക്തത്താല് ഓരോ കുഞ്ഞുങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, ദുശീലങ്ങളിലും മദ്യപാനത്തിലും ലൈംഗികമായി ദുരുപയോഗിക്കപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവായ യേശുവേ നിന്റെ പരിശുദ്ധ രക്തത്താല് കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈ നിമിഷം വെന്റിലേറ്ററിലും ഐസിയുലും മരണത്തെ മുന്നിൽ കണ്ടു കഴിയുന്ന ഓരോ കുഞ്ഞുങ്ങളെ കർത്താവേ അങ്ങയുടെ കരം നീട്ടി സുഖപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഞാൻ അറിയുന്ന എന്റെ കുടുംബത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും യേശുവേ അവിടുത്തെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഓരോ കുഞ്ഞിനു വേണ്ടിയും അങ്ങ് അർപ്പിച്ച പരിശുദ്ധ രക്തം ഇപ്പോൾ തന്നെ ഓരോ കുഞ്ഞിലേക്കും ഒഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമുക്ക് രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഇപ്പൊ ലോകമെമ്പാടും വേദനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഒരിക്കൽ കൂടി നമുക്ക് കാണാം. ആരാരും പ്രാർത്ഥിക്കാനില്ലാതെ ഒരൊറ്റ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജയിലറയിൽ ആരും മാതാപിതാക്കളോ ഉറ്റവരോ ഇല്ലാതെ വേദനിക്കുന്ന അനേകര്, ജയിലറയിൽ കിടക്കുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. അശുദ്ധ ബന്ധനത്തിൽ കഴിയുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. ജീവിതത്തിൽ ഒറ്റ സ്നേഹം കിട്ടാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന അനേകം കുഞ്ഞുങ്ങളുണ്ട്. അനേകം ദുശീലങ്ങളാൽ കെട്ടപ്പെട്ട ജീവിതങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. ലോകം മുഴുവനിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാം. ദൈവത്തിന്റെ കരുണ,
ദൈവത്തിന്റെ കരുണ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും ഒഴുകപ്പെടുവാൻ, ദൈവത്തിന്റെ സ്നേഹം ഓരോ കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകിയിറങ്ങാൻ, ഓരോ കുടുംബങ്ങളിലേക്കും ഒഴുകിയിറങ്ങാൻ, അങ്ങനെ വേദനിക്കുന്ന കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയുവാനും യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയപ്പെടുവാനും ആഗ്രഹിച്ച് ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്ക് വിളിക്കാം, യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഓരോ കുഞ്ഞുങ്ങളെയും വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധമായ രക്തം കൊണ്ട് കുഞ്ഞുങ്ങളെ ഇപ്പോൾ കഴുകണമേ. ആരാധന, ആരാധന. വിശുദ്ധീകരിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളെയും ഇപ്പോൾ വിശുദ്ധീകരിക്കണമേ. കുഞ്ഞുങ്ങളിലുള്ള അശുദ്ധികളെല്ലാം വിട്ടുപോകട്ടെ. തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുപോകട്ടെ. ലോകം മുഴുവനുള്ള കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയുവാനും യേശു ക്രിസ്തുവിന്റെ കരുണയിൽ വളരുവാനും ഇടവരുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ. ഓരോ കുഞ്ഞിന്റെ മേലും കർത്താവേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിച്ചിടണേ. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ. ഓരോ കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടി നമ്മൾക്ക് കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർക്കാം. പ്രത്യേകിച്ച് മരിച്ചുപോയ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. വിശ്വാസം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന അനേക കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. പ്രത്യാശയില്ലാത്ത കുഞ്ഞുങ്ങളെ ഓർക്കാം. ജീവിതത്തിൽ ശൂന്യതയും ഒറ്റപ്പെട്ട അവസ്ഥയിലും കഴിയുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ഒറ്റപ്പെട്ട മനസ്സുമായി, ഒറ്റപ്പെട്ട ചിന്തയുമായി, നിരാശയുടെയും ദുഃഖത്തിൻ്റെയും അടിമപ്പെട്ട അനേകം കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലുണ്ട്. പഠിക്കാൻ തോന്നുന്നില്ല, ജീവിതത്തിൽ ലക്ഷ്യമില്ല, എന്ത് ചെയ്യണമെന്നറിയാത്ത അനേകം കുഞ്ഞുങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ അനേകം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ലക്ഷ്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലേക്ക് കർത്താവിൻ്റെ ശക്തി അഭിഷേകവും വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കർത്താവെ അങ്ങയുടെ രാജ്യം, അങ്ങയുടെ സ്നേഹം എന്തെന്നറിയുവാൻ, പ്രത്യാശ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞുങ്ങൾ എവിടെയായിരിക്കുന്നു അവരിലേക്ക് ഒരു പ്രത്യാശ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനും യേശുവിനെ സ്നേഹിക്കുവാനും യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുവാനും കൃപ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അങ്ങനെയുള്ള ഓരോ കുഞ്ഞുങ്ങളെയും, ഒറ്റപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന അനേകം വ്യക്തികളുണ്ട്, അവരെല്ലാം നമുക്കിപ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കാം. അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ഒഴുകപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവരിലേക്ക് ദൈവശക്തി വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒറ്റപ്പെട്ട ജീവിതങ്ങളെ കർത്താവിൻ്റെ കരുണയിലും കൃപയിലും വളരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഈ എപ്പിസോഡ് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരിക്കൽ കൂടി എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. രണ്ട് കരങ്ങളൊന്ന് തുറന്നു പിടിക്കാം. ഈശോയെ നമുക്ക് കാണാം. കാൽവരി മലയിൽ മരിച്ച യേശു ഓരോ കുഞ്ഞിനു വേണ്ടി ആണ് മരിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ പെറ്റുപെരുകുവിൻ. അങ്ങനെ ഓരോ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയാണ് യേശു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ കുഞ്ഞിനെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്കിപ്പോൾ കൊടുക്കാം. ഓരോ കുഞ്ഞിനെയും വളരുമ്പോഴും എല്ലാം സ്നേഹത്തിലും കൃപയിലും സഭയിലും കുടുംബത്തിലും അനുഗ്രഹമായി
കുഞ്ഞ് വളരുവാൻ, ലോകം മുഴുവനിലെ കുഞ്ഞ് അനുഗ്രഹമായി വളരുവാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു അഭിഷേകം ഓരോ കുഞ്ഞുങ്ങളുടെ മേലും വെളിപ്പെടുവാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട വൈദികന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. ഓരോ കുഞ്ഞിൻ്റെ മേലും കരുണയും കൃപയും ഒഴുകപ്പെടുവാൻ ആഗ്രഹിച്ച് ബഹുമാനപ്പെട്ട വൈദികന്റെ ആശീർവാദം ഓരോ കുഞ്ഞുങ്ങളുടെ മേലും വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകനോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. മക്കൾ ദൈവത്തിൻ്റെ ദാനവും ഉദരബലം കർത്താവിൻ്റെ സമ്മാനവുമാണ്. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുവല്ലോ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. മനുഷ്യനാവതാരം ചെയ്ത് തിരുക്കുടുംബത്തിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്ന ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ മാതൃകയിൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളരുവാൻ അനുഗ്രഹിക്കണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങ് കാത്തുപരിപാലിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ദൈവത്തിനും അനുഗ്രഹമായി മാറുവാൻ ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദവും അനുഗ്രഹവും ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളുടെ മേൽ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.